ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആഴ്ചകളായി നമ്മൾ ലൈഫ് സ്കില്ലിനെ കുറിച്ച് എല്ലാ ശനിയാഴ്ചകളും ചിന്തിക്കാറുണ്ട്. 10 ലൈഫ് സ്കില്ലുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ജോലിക്കുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവരുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ലൈഫ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഈ ലൈഫ് സ്കില്ലിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്ത് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ലൈഫ് സ്കില്ലെന്നും എങ്ങനെയാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വിജയരാമൻ സാറാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിജയരാമൻ സാറിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലൈഫ് സ്കില്ലിനെ കുറിച്ച് അറിയാം. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? Am I audible? കേൾക്കാം. സാർ എല്ലാം ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, ഓക്കെ. ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സാബു സാർ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു. ലൈഫ് സ്കിൽ അല്ലെ, ജീവിത സ്കിൽ എന്ന് പറഞ്ഞ വൈദഗ്ധ്യം അല്ലെ, ഇന്ന് വേറൊരു പേരാണല്ലോ പറയുന്നത് അല്ലെ, ജീവിത നൈപുണ്യങ്ങൾ അല്ലെ. ഇത് എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് ആദ്യം ചെറിയൊരു ഡിസ്കഷനിലേക്ക് പോകാമല്ലോ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ് ലൈഫ് സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ ജീവിതം പഠിച്ചിട്ടാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പഠിക്കേണ്ടത് നിർബന്ധമാണോ? നമ്മള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പോരെ? പ്രത്യേകിച്ച് ഇത് പഠിക്കണം. എന്താണ് ലൈഫ് സ്കിൽ? അങ്ങനെ ഒരു സ്കില്ലുണ്ടോ? ജീവിതത്തിന് നൈപുണ്യം, ചില നൈപുണ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ എളുപ്പമാകും, സുഖമാകും എന്നൊക്കെയാണല്ലോ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ആവശ്യമാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒരു ചെറിയ ഫീഡ്ബാക്ക് തരാമോ? ഏറ്റവും അത്യാവശ്യമുള്ളതാണ് സാർ അത്. സാറ് ചോദ്യം എന്തുകൊണ്ടാണെന്നുള്ളത്. എന്താണ് ലൈഫ് സ്കിൽ? ജീവിതത്തിലെ ചില സ്കില്ലുകൾ പഠിച്ചാൽ ജീവിതം പുഷ്ടിപ്പെടുത്താൻ കഴിയുമോ? ജീവിതത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ കഴിയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇമോഷൻ തലത്തിലുള്ള വ്യാപാരങ്ങളാണ് അല്ലെ. ഇമോഷൻ തരത്തിലുള്ള വ്യാപാരങ്ങൾ ആണ്. ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ്. ലൈഫ് സ്കില്ലിന്റെ പ്രാധാന്യത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഈ ഒരു ആവശ്യമുണ്ടോ ഈ സാധനം പഠിക്കേണ്ട? ഈ സ്കില്ലായിട്ട് പഠിക്കേണ്ടത് എല്ലാവർക്കും എല്ലാ സമയവും ആവശ്യമുള്ള ആവശ്യമുള്ളതാണോ? തീർച്ചയായിട്ടും. അതിൽ ഒരെണ്ണം നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുത്താൽ നമ്മളെ കേൾക്കാനും നമ്മളോടൊപ്പം കൂടാനും ആളുകൾ ഉണ്ടാകും. അതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാതായാൽ ഈ പറഞ്ഞ വിഭാഗം നമ്മളിൽ നിന്ന് അകന്നു പോകും. ജീവിതത്തിന് വിജയകരമായി മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതെല്ലാവർക്കും അത്യാവശ്യമായ കാര്യമാണെന്നോ? എല്ലാ മനുഷ്യർക്കും ആണോ? എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായ കാര്യമാണോ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ? ഇതാണ് ചോദ്യം. അതെ. ആദ്യം തന്നെ ചോദിക്കുന്നത്, ഇങ്ങനെ സ്കില്ലുകൾ ഉണ്ട്, ചില സ്കില്ലുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എല്ലാം ഓക്കെ ആവും എന്നതിനോട്, എന്ന അഭിപ്രായത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് നമ്മള്? ശരിയാണത്? ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങള്. അപ്പൊ ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവോ ഇതിനെ? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം. സാറേ, നമ്മൾ ഇത് പഠിക്കേണ്ടത് ആവശ്യം. കാരണം നമ്മുടെ ഈ സ്കൂളിൽ നിന്നാണെങ്കിൽ അക്കാഡമിക് സ്കിൽസ്, അതായത് ഒരു ജീവിക്കാൻ വേണ്ടിയുള്ള സ്കിൽസ് ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. വീടുകളിൽ നിന്നാണെങ്കിൽ തന്നെയും അവിടെ എപ്പോഴും അതൊരു സ്കിൽസ് ഒന്നും അല്ല വീട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ സൊസൈറ്റി തെറ്റായ കാര്യങ്ങളാണ് കൂടുതലും അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് ജീവിക്കാനുള്ള കല പഠിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാര് എല്ലാവർക്കും തന്നെ ഇത് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആരാ പറഞ്ഞ? ഇപ്പൊ വത്സലമേമല്ലേ പറഞ്ഞേ? രമാദേവി. വീഡിയോ ഓൺ ചെയ്യോ?
പഠിച്ചു വെച്ചോണ്ട് വീഡിയോസ് കാര്യമില്ല, പ്രാവർത്തികമല്ലോ. അല്ലേ? ഓക്കെ ആ ഓക്കെ വീഡിയോ ഓൺ ചെയ്തു സാറേ. ഓക്കെ. ഓക്കെ റൈറ്റ്. ഓക്കെ ഓക്കെ മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോ എന്താ വെച്ചാൽ മാം യു റൈറ്റ്. സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. സ്കൂള് അക്കാഡമിക്സിൽ ഇത് പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ ഒരുപാട് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. എഴുത്തും വായനയും പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ അങ്ങനത്തെ ചില ഒരുപാട് സാമൂഹ്യ പാഠം ഇതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു എന്നല്ലാതെ അവരെ ഈ വക ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോ അഡോളസെന്റ് ആവുമ്പോൾ അവര് വ്യത്യസ്തമായി കുടുംബത്തിൽ നിന്ന് കുടുംബത്തിന്റെ അതല്ല ഇതൊക്കെ അല്ലേ മാം പറഞ്ഞത് അല്ലെ? കുടുംബത്തിന്റെ നിയന്ത്രണത്തിലും ഒക്കെ വളരുന്ന കുട്ടികള് ഈ കൗമാര പ്രായത്തിൽ എത്തുമ്പോ സ്വന്തം ചിന്തിച്ചുകൊണ്ട് സ്വയം അല്ലെ വളരുന്ന ഒരു രീതിയില്ലേ? ആ സമയത്ത് അവർക്ക് മാം പറഞ്ഞ പോലെ തന്നെ മറ്റ് പല സ്രോതസ്സിൽ നിന്നും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കിട്ടുന്നു. അപ്പൊ എന്നിട്ട് അവര് ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാണ്, കാലെടുത്ത് വെക്കണം. അപ്പൊ അവര് അതിന് സന്നദ്ധരല്ല, അതിന് പ്രിപ്പയർഡ് അല്ല അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്കൂളുകളിൽ എന്തായാലും ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണം, അല്ലെങ്കിൽ വേണം എന്നാണ്. അല്ലെങ്കിൽ അഡോളസെൻസിന് അല്ലെ, കൗമാരക്കാർക്ക് നിർബന്ധമായിട്ടും ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് മാമിന്റെ അഭിപ്രായം അല്ലെ? അതല്ലേ മാം പറഞ്ഞത്? അഡോളസൻസ് എന്നല്ല, നമുക്ക് ഈ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികൾ അന്നൊരു തൊട്ട് തന്നെ കൊടുക്കണം. ആ ലൈഫ് എങ്ങനെ ഇതാന്നുള്ളത് അതാത് പ്രായത്തിൽ വേണ്ടുന്നതായിട്ടുള്ള നോളജ് അവർക്ക് കൊടുത്താലേ അഡോളസൻസ് സ്റ്റേജിൽ ചിലപ്പോൾ അവർ അത്രയും ആകത്തില്ലെന്ന് തോന്നുന്നു. അത്രയും അവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. കൊച്ചിലെ തൊട്ടേ തന്നെ അതൊരു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊടുക്കും. അതായത് അഡോളസൻസിന് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവരുടെ പല പ്രശ്നങ്ങളും തീരും. പ്രോബ്ലംസ് അവര് വഴിതെറ്റി പോകാതിരിക്കാനും, അതുപോലെ തന്നെ അവരുടെ പല സംശയങ്ങളും അല്ലെ, അഡോളസൻസിലാണല്ലോ സംശയങ്ങൾ വരുന്നത്. അതുവരെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആ സമയത്ത് എന്തായാലും നിർബന്ധമായിട്ടും ആവശ്യമാണ്. കാരണം സ്കൂളുകളിൽ ഇത് കിട്ടുന്നില്ല, കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം പഠിക്കാനും അതൊക്കെ ആയിട്ടും പല കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവരങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആണ് കുട്ടികൾ. ജീവിതം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. ഓക്കെ, അത് നല്ലൊരു ഉത്തരമാണ്. ഇനി മാം മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ മാം. ഇപ്പൊ അഡോളസൻസിന് മാത്രം പറ്റിയോ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ? അല്ല സാർ, എല്ലാവർക്കും വേണം. കാരണം പലരും പല മേഖലയിൽ, ചില മേഖലയിൽ അവര് നല്ല, പക്ഷെ എല്ലാ മേഖലയിലും എല്ലാവർക്കും അതിന്റെ ഒരു സ്കിൽസ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു ജീവിതം നന്നായിട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ളത്. മാം പറഞ്ഞ വളരെ പോയിന്റ് ആണ്. അതായത് ഇപ്പോ പലർക്കും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അല്ലെ, സംഘർഷങ്ങള്, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. തീരെ പരിഹരിക്കാത്ത എല്ലാ കോൺഫ്ലിക്റ്റും പരിഹരിച്ച ഒരു മനുഷ്യനും ഇല്ല അല്ലെ? പിന്നെ ഒരു അധികാര കേന്ദ്രത്തായിട്ട് ഇടപെടുമ്പോ എങ്ങനെ ഇടപെടണം, അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെ? എല്ലാ ബന്ധങ്ങളും ശരിയായി നിലനിർത്തി പോകുന്ന ആൾക്കാരും വളരെ കുറവാണ് അല്ലെ? എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരും കുറവാണ്. പിന്നെ വ്യത്യസ്തതയെ അഭിമുഖീകരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ഉള്ളത്. പിന്നെ സ്ട്രെസ് കൈകാര്യം ചെയ്യുന്നതിലും എല്ലാവരും മിടുക്കന്മാരൊന്നല്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഓരോരുത്തർക്കും ഉണ്ട് അല്ലെ? നമുക്കൊരു മൂല്യബോധമുണ്ട്, നമുക്ക് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എന്താണെന്ന് നമുക്ക് ബോധമില്ല അതിനെ കുറിച്ച്. അതുപോലെ സെൽഫ് അവയർനെസ്സും നമുക്കില്ല പരിപൂർണമായിട്ട് എല്ലാവർക്കും അല്ലെ? അത് ശരി തന്നെ. എല്ലാവർക്കും ഇതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാ സ്കില്ലും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ചില സ്കില്ലുകളെങ്കിലും പഠിക്കണം. നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്കില്ലുകൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇല്ലാത്ത സ്കില്ല് നമുക്ക് ഉണ്ടാക്കാൻ ഇതിനെക്കുറിച്ച് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ അത്യാവശ്യമുണ്ട് എന്നുള്ളതിന് മാമിന്റെ അഭിപ്രായം അല്ലെ? ഇനി ഞാൻ മാം ചോദിക്കട്ടെ, ഇത് പ്രത്യേക ആവശ്യമുള്ള മുതിർന്നവർ വല്ലവരും ഉണ്ടോ? മുതിർന്നവര് അഡോളസൻസിന് എന്തായാലും വേണം. അത് മാമിനോട് ഞാൻ അഗ്രി ചെയ്യുന്നു. അഡോളസൻസിന് സ്കൂളിൽ നിർബന്ധമാക്കണം. പല സ്കൂളുകളിൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സെൻട്രൽ സ്കൂൾ സിലബസിൽ ഇത് ഉണ്ടെന്ന് തോന്നുന്നു, നിർബന്ധമാക്കിയിട്ടുണ്ടോ? എനിക്ക് പരിപൂർണമായിട്ട് അറിയില്ല. പക്ഷെ അഡോളസൻസ് നിർബന്ധമാണ് കൊടുക്കണം.
പിന്നെ പിന്നെ എല്ലാ റിലേഷൻഷിപ്പ് ഫാമിലിയിലാണെങ്കിൽ സാറേ കപ്പിൾസിലാണ് എല്ലാവർക്കും ഒരു അതെങ്ങനെ ആ ജീവിതം അതൊരു ഫാമിലി ലൈഫ് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകും ആ സ്കിൽസ് അവർക്ക് അവരുടെ ആ സ്കിൽസിന് അവർക്കും കൊടുക്കണം അതിന്റെ അവയർനെസ്. കാരണം ഉം, പലർക്കും പല കാര്യങ്ങളും അഡ്ജസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതിന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവര് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാക്കണം. ഏത് മേഖലയിലും ആവശ്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഫാമിലി മാം ലൈഫ് ആയാലും റിലേഷൻഷിപ്പ്. കൗൺസിലിംഗായിട്ടൊന്നും ബന്ധപ്പെടുന്നില്ല, കൗൺസിലിംഗിന്റെ ആയിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. കൗൺസിലിംഗ് അല്ല സാറേ, ലൈഫ് സ്കിൽസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. സ്കിൽസ് അവർക്ക് കൊടുക്കണം. ചില സ്കിൽസ് ആ ഇമ്പാർട്ട് ഉം, ചെയ്താല് നമ്മൾ ചില സ്കിൽസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം നന്നാക്കാൻ പറ്റും അതെ എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ലോക സംഘടന അല്ലെ, ഉം, ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത്. ഉം. അവര് പ്രത്യേകം അവരുടെ വെബ്സൈറ്റിൽ 10 സ്കിൽസ്, സാബു സാർ നേരത്തെ പറഞ്ഞു, 10 സ്കില്ലുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണം. അതിന്റെ കുറെ സപ്പോർട്ടീവ് സ്കിൽ വേറെ ഉണ്ട്, അതും പഠിച്ചാൽ അതും നല്ലതാണ്. ഇതിങ്ങനെയൊക്കെ അവർ ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നുണ്ട്. പല നമ്മള് മെന്റൽ ഹെൽത്ത് പഠിക്കുന്ന എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്റെ ചോദ്യം, പ്രത്യേകിച്ച് ചില മനുഷ്യർക്ക് ഇത് പഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇത് കൂടുതൽ ഉപകാരപ്പെടുത്തുകയോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും? അങ്ങനെ ചോദിക്കും പെട്ടെന്ന് കിട്ടുന്നില്ല സാറേ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു മാനസികാരോഗ്യ പ്രശ്നം, അതായത് ഒരു മനോരോഗം ആ, ഉള്ള ഒരു വ്യക്തിക്ക്, സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള വ്യക്തി, ആ വ്യക്തിക്ക് നിരന്തരം ഗുളിക കഴിക്കുന്നത് എല്ലാവിധ പ്രധാനപ്പെട്ട മനോരോഗങ്ങൾക്കും കണ്ടിന്യൂസ് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ മനഃശാസ്ത്രത്തിൽ അങ്ങനെയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പലപ്പോഴും അവർ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയില്ലേ? ആ അതുണ്ട്. അവർക്ക് ഇത് നിർബന്ധമായിട്ടും വേണം എന്നുള്ള അഭിപ്രായത്തോട് മാം യോജിക്കുന്നുണ്ടോ? അവർക്ക് അല്ലെങ്കിൽ അവർക്ക് നിർബന്ധം. ജീവിക്കാനേ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ നമ്മുടെ സ്കില്ല് നമ്മൾ സമൂഹത്തിന് അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ആ ഒരു കാര്യം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ? കാരണം ഒരു ടാബും ഉണ്ട് അല്ലെ, ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയാ, സ്റ്റിഗ്മ അല്ലെ, ഒരു സ്റ്റിഗ്മ ഉണ്ട് ഈ മനോരോഗത്തിനോടും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ പിന്നെ അവർക്ക് അവരുടെ കഴിവുകളും ഉണ്ടല്ലോ. ഉണ്ട്. ആ സമയത്ത് ഇവർക്ക് ഇത് അത്യാവശ്യമായ കാര്യമില്ലേ? അവർക്ക് അത്യാവശ്യമാണ്. അവർക്ക് ഓക്കെ, അപ്പൊ അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ ക്ലിയർ ആയി അപ്പൊ അല്ലെ. ഇനി ഒരു ചോദ്യം, ചില സ്കില്ലുകൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം നേരെയാക്കാൻ പറ്റുമോ എന്ന ചോദ്യം. സ്കില്ല് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പം നേരെയാക്കാൻ പറ്റും. പഠിച്ചത് കൊണ്ട് മാത്രം അത് ഉറപ്പായുള്ള കാര്യമാണ് അല്ലെ. ഇനിയിപ്പോ അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലൈഫ് സ്കിൽസ് എന്നിട്ട് അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ജീവിതം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. ഈ 10 ലൈഫ് സ്കില്ലുകൾ ഉണ്ടെന്ന് സാബു സാർ പറഞ്ഞു. ആ 10 ലൈഫ് സ്കില്ലില് 5 ഗ്രൂപ്പ് ചെയ്തേക്കണം, ജോഡിയാക്കി വെക്കണം. 2 ജോഡിയാക്കി വെച്ചിട്ട് 5 ജോഡി ലൈഫ് സ്കില്ലുകൾ, അതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അധികമൊന്നുമില്ല. അപ്പൊ അതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് അല്ലെ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതം മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെ. അപ്പൊ നമുക്കിനി എന്റെ PPT ഷെയർ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. PPT കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, കാണുന്നുണ്ടല്ലേ? ഓക്കെ. റൈറ്റ്. ഇതാണ് WHO പറയുന്ന ഡെഫിനിഷൻ ലൈഫ് സ്കില്ലിന്റെ.
വേൾഡ് ഡിഫൈൻ ലൈഫ് the abilities for adaptive and positive behavior that enables individuals to deal effectively with the demands and challenges of everyday life. ദൈനംദിന ജീവിതത്തിലുള്ള വെല്ലുവിളികളും ആവശ്യങ്ങളും ഫലപ്രദമായിട്ട് നേരിടാൻ മനുഷ്യരെ സഹായിക്കുന്ന ഒരു അഡാപ്റ്റീവായതും പൊരുത്തപ്പെടുന്നതും അതുപോലെ തന്നെ പോസിറ്റീവായുള്ള ഒരു പെരുമാറ്റം, അതിനുള്ള കഴിവ്, അതാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് ജീവിക്കാനുള്ള കഴിവ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജീവിക്കാനുള്ള കഴിവിനാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അഡോളസെന്റ് സ്കൂളുകളിലും ടീച്ചർമാരുടെ ഇടയ്ക്കും കൂടെ പഠിക്കുന്നവരും കൂടെ ജീവിതം കണ്ടിന്യൂസ് അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ലൈഫ് സ്കിൽ അവർക്ക് ഫോർമൽ എഡ്യൂക്കേഷനിൽ ലൈഫ് സ്കിൽ കിട്ടില്ല. ഈ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു കോൺഫറൻസ് ലോക സംഘടന ഒരു പഠനം നടത്തി. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഈ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അത് അത്യാവശ്യം ഒരു കാര്യമാണെന്നും അവർ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അതിനുശേഷമാണ് ലോകം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണെന്നും മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോ എന്നിട്ട് ആണ് ഇപ്പോ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് രൂപരേഖ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 10 ലൈഫ് സ്കിൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് WHO പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. ഇനി നമുക്ക് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ. ഈ നേരത്തെ ഞാൻ പറഞ്ഞു, മെന്റലി ചലഞ്ചിലായിട്ടുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യർക്ക് ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അത്യാവശ്യമായിട്ട് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഇതാണ് ലൈഫ് സ്കിൽസ്. ലൈഫ് സ്കിൽസ് ഇതാണ്. രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നേച്ചറൽ ജനറിക് നേച്ചർ ആയിട്ടുള്ളതും സ്വാഭാവികമായിട്ടുള്ളതും, ഇതൊന്ന് പ്രായോഗികമായിട്ടുള്ളതും. ഇപ്പോ ജനറിക് ലൈഫ് സ്കില്ലില് നേരത്തെ പറഞ്ഞ 10 ജോഡിയാക്കി വെച്ചിട്ടുള്ളത്. ആദ്യത്തെ സെൽഫ് അവയർനെസ് ആൻഡ് എംപത്തിയാണ്, സ്വയം അവബോധവും സഹാനുഭൂതിയും. രണ്ടാമത്തത് ക്രിറ്റിക്കലായിട്ടും ക്രിയേറ്റീവായിട്ടും ചിന്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രശ്നപരിഹാരവും തീരുമാനമെടുക്കലാണ്. നാലാമത്തേത് ഇഫക്റ്റീവായിട്ട് ആശയവിനിമയം നടത്തലും പരസ്പരം ബന്ധം നന്നാക്കലാണ്. അഞ്ചാമത്തെ ജോഡി വികാരങ്ങളായിട്ട് പൊരുത്തപ്പെടുക. പിന്നെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 5 ജോഡി കാര്യങ്ങളേ ഉള്ളൂ. അതില് 5 ജോഡിയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രായോഗികമായിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ, അത് ഏരിയ സ്പെസിഫിക് സ്കിൽസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ഹെൽത്തി ലൈഫ് സ്റ്റൈല്, നമുക്ക് ആരോഗ്യപരമായ ജീവിത ശൈലി ഉണ്ടാകുക എന്നത് ജീവിക്കാൻ അത്യാവശ്യമാണ്. ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആത്മഹത്യാപരമായുള്ള തീരുമാനങ്ങളോട് പൊരുത്തപ്പെടുക, ഇത് ഏരിയ സ്പെസിഫിക് ലൈഫ് സ്കിൽസ് ആണ്. പിന്നെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ജീവിത നൈപുണ്യങ്ങൾ. ഒന്ന് അഡോളസെന്റ് കാര്യമാണെങ്കിൽ പിയർ പ്രഷർ, കൂടെ ഉള്ളവരുടെ അതുപോലെ പിയർ ഇൻഫ്ലുവൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പിന്നെ ആൽക്കഹോളിസം, മദ്യപാനാസക്തി, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ ഇതുപോലെ ഇത് വേറെയും കുറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാകും, ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി സോഷ്യൽ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്, ഇതാണ് ആദ്യത്തേത്. ഓക്കെ, ഈ സാമൂഹ്യവും നെഗോഷിയേഷനുമുള്ള വൈദഗ്ധ്യം, നൈപുണ്യം എന്താണിത്? സാമൂഹ്യ
നൈപുണ്യങ്ങൾ. അതുപോലെ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ സാധനം, ഡിസ്കഷൻ ആണോ നെഗോഷിയേഷൻ? എന്താണ് ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ബന്ധങ്ങളുണ്ട്, നമ്മൾ ആൾക്കാരായിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത് അല്ലെ? ഈ ഇടപെടലുകളാണ് ബന്ധങ്ങളായിട്ട് മാറുന്നത് അല്ലെ? ആശയവിനിമയമാണ് ബന്ധങ്ങളായിട്ട് മാറുന്നത് അല്ലെ? മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുമ്പോഴാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ? മറ്റുള്ള വികാരങ്ങള്, അവരുടെ നിലനിൽപ്പ്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ മറ്റുള്ളവന് നമ്മള് ഉപയോഗപ്രദമാകുമ്പോഴല്ലേ നാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാകുമ്പോഴല്ലേ നാം ജീവിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടോ? സമൂഹ ജീവിയാണ് അല്ലെ? ആണല്ലോ അല്ലെ? അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? നമ്മള് മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതിലാണ് എല്ലാ ജീവിത സാമർഥ്യം കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗം നമ്മളെ കൊണ്ടുണ്ടാവുന്നതല്ലാണ് അല്ലെ? മനുഷ്യന് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഭക്ഷണം വേണം, ജലം വേണം അല്ലെ? ഇങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യമായിട്ടുള്ള ചില സ്കില്ലുകൾ ഉണ്ട് അല്ലെ? നിലനിൽപ്പിനുള്ള വൈദഗ്ധ്യം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോ തന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല, നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കാനുള്ള സ്കിൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇത് മാത്രം പോരാ. ഇത് നിലനിൽപ്പല്ല ജീവിതം. ജീവിതം എന്ന് പറയുമ്പോ മറ്റുള്ളവരുമായിട്ട് മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്. എനിക്കും ഗുണമുണ്ടാവണം, ഞാൻ ഇടപെടുന്ന മറ്റൊരു വ്യക്തിക്കും ഗുണമുണ്ടാവണം. ആ രീതിയില് ഇടപെടുമ്പോൾ, അങ്ങനെ ഇടപെട്ടിട്ട് ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ, നന്നായി ആശയവിനിമയം നടത്തുമ്പോൾ, മറ്റുള്ളവരുടെ വികാരങ്ങളും ഫീലിങ്ങുകളും മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, അവരുടെ നിലനിൽപ്പിന് സഹായിക്കുമ്പോൾ, ഞാൻ എനിക്ക് ഉപകാരപ്രദമായി ഇരിക്കാൻ ഉള്ള നൈപുണ്യം എനിക്കുണ്ടാവുമ്പോൾ, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കാനുള്ള നൈപുണ്യം നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്ക് ലൈഫ് സ്കിൽ ഉണ്ടാവുന്നത്. അപ്പോഴേ നമുക്ക് ലൈഫ് സ്കിൽ ഉള്ളൂ. അല്ലെങ്കിൽ നിലനിൽപ്പിനുള്ള സ്കില്ലേ നമുക്കുള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് ചെയ്തേ. ഇതാണ് ലൈഫ് സ്കില്ലിന്റെ ആവശ്യം. നമ്മൾ വിചാരിക്കുന്നത് ക്ലിയർ അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ, നമുക്ക് എന്തിനാ പ്രത്യേക ലൈഫ് സ്കിൽ പഠിക്കണമെന്ന്. പക്ഷെ ലൈഫ് സ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥം നമുക്ക് നിലനിൽക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ടെന്ന് മാത്രമാണ്. അതല്ല ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സോഷ്യൽ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. അത് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് അവർ റെക്കഗ്നീഷൻ ഓഫ് അവർ സെൽഫ്സ്. നമ്മൾ നമ്മെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം അല്ലെ? നമ്മുടെ സ്വഭാവം, നമ്മുടെ ശക്തി, നമ്മുടെ ദൗർബല്യം, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം അടങ്ങിയതല്ലേ നമ്മള്? ഈ പറയുന്ന ഉലന്ന സാറിന്റെ മോശം അവസ്ഥകളെ തിരിച്ചറിയുന്നുണ്ടോ? ഉണ്ട് സർ. പലപ്പോഴും നമ്മുടെ വശത്തു നിന്നുള്ള കുറവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തിരുത്തുമ്പോഴാണ് ലൈഫ് ആവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചോദ്യം അതല്ല സാർ തിരിച്ചറിയുന്നുണ്ടോ എന്നാ ചോദ്യം. സെൽഫ് അവയർനെസ് ആണ് ഇവിടെ വിഷയം. തിരിച്ചറിയുന്നുണ്ട്. സാർ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അതും കൂടിയാണ് ലുലന സാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടല്ലോ അല്ലെ? അതാണല്ലോ സെൽഫ് അവയർനെസ്. ഇതും കൂടി ഈ ഉലന സാർ എന്ന വ്യക്തിക്ക് ശക്തിയുണ്ട്, ശക്തിയുള്ള മേഖലകളുണ്ട്, ദൗർബല്യങ്ങളുള്ള മേഖലകളുണ്ട്.
ഉണ്ട്, രണ്ടുമുണ്ട്. ചില ആഗ്രഹങ്ങള് കുഴപ്പം പിടിച്ച ആഗ്രഹങ്ങളായിരിക്കും കൊല്ലാൻ സാറിന്, അല്ലെങ്കിൽ ചില അല്ലെ നല്ല ആഗ്രഹം, അങ്ങനെ പല വ്യത്യസ്തതകളുണ്ട് അല്ലെ. സ്വഭാവത്തിലുണ്ടാ വ്യത്യസ്തത അല്ലെ. ചില സ്വഭാവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇല്ലല്ലോ അല്ലെ, ദൈവം മാത്രമല്ലോ. ഓക്കെ, അപ്പോ ഇതെല്ലാം നമ്മൾ എത്രത്തോളം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അതിലാണ് നമ്മുടെ സെൽഫ് അവയർനെസ് ഉള്ളത്. അത് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു റെക്കഗ്നൈസ് വെൻ വി ആർ സ്ട്രെസ്ഡ്. ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മൾ സെൽഫ് അവയർനെസ് എന്തിനാ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്ല സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ സമ്മർദ്ദത്തിലാകുമ്പോ ആണ് ഇതിന്റെയൊക്കെ പ്രശ്നം വരുള്ളൂ. നമ്മൾ സ്വയം അറിയാത്ത അവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുന്നില് നമ്മുടെ കഴിവിനേക്കാൾ, നാം കരുതുന്ന നമ്മുടെ കഴിവിനേക്കാൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം, ഒരു അപകടം, ഒരു ത്രെറ്റ്, ഒരു ഭീഷണി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലെ. ഈ സ്ട്രെസ് ഉണ്ടാവുമ്പോഴാ മാത്രമേ നമ്മളെ കുറിച്ച് ചിന്തിക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുള്ളൂ. നമ്മുടെ കഴിവിനെ കുറിച്ച് ഒരുപക്ഷെ സ്ട്രെസ് നമ്മളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ വരുന്നതായിരിക്കാം. അങ്ങനെയാവാം. കാരണം നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്കറിയില്ല. ഉല്ലാന സാറിന് അറിയില്ല ഉല്ലാന സാറിന് ഇത്ര ശക്തി ഉണ്ടത്, ചില മേഖലകളിലെ ശക്തിയുണ്ട്. ആ ശക്തിയുള്ള മേഖലകൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉല്ലാന സാറിന് ഈ അപകടം, മുന്നിൽ കാണുന്ന അപകടം, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈ സ്ട്രെസ്സർ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവും. സ്ട്രെസ്സർ റിമൂവ് ചെയ്യാല്ലേ, സ്ട്രെസ് ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ട്രെസ് ഇല്ല. ഇതിനുള്ള സ്ട്രെങ്ത് ഉല്ലാന സാറിനുണ്ട്, അല്ലെങ്കിൽ ചില മേഖലകളിൽ ഉള്ള സ്ട്രെങ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉല്ലാന സാറിന് കഴിയും എന്ന അവയർനെസ് ഉല്ലാൻ സാറിനുണ്ടെങ്കിൽ ഈ സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് അവിടെ വരുന്നത്. അപ്പൊ നേരെ മറിച്ച് ഉല്ലാൻ സാർ വിചാരിക്കുന്നത് ദൗർബല്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഉല്ലാന സാറിന്റെ ദൗർബല്യത്തിൽ മാത്രമാണ് ഉല്ലാൻ സാർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉല്ലാന സാറിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഒരു രക്ഷയില്ലല്ലോ, ഞാൻ തോറ്റുപോകുമല്ലോ അല്ലെ. ഇങ്ങനെയൊക്കെയല്ലേ അങ്ങനെ ആ രീതിയിലല്ലേ ചിന്തകൾ പോവുക. അപ്പൊ ഈ സ്ട്രെസ് മാറ്റിയിട്ട് ഡിസ്ട്രെസ് ആവും അല്ലെ. കെറ്റക്കലയം എന്ന് പറയുന്ന ഹോർമോണാണ് നല്ല സ്ട്രെസ്സിൽ വരിക. പിന്നെ ചീത്ത സ്ട്രെസ് ആണെങ്കിൽ കോർട്ടിസോൾ പ്രശ്നമായി, നമ്മുടെ ജീവിതം പോയി. അതാണ് ജീവിത വൈദഗ്ധ്യത്തിന്റെ പ്രധാനം. ഈ ജീവിത വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം വരുന്നത് അവിടെയാണ്. സെൽഫ് അവയർനെസ്. നാം നമ്മുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയണം. ഈ ദൗർബല്യത്തിന്റെ മേഖലയില് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടേത് എങ്കിൽ ആ ജീവിതം വിദഗ്ധമായ ജീവിതമല്ല, അത് സ്കില്ലോട് കൂടിയുള്ള ജീവിതമല്ല. ദൗർബല്യത്തെ മനസ്സിലാക്കി അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാണ് വേണ്ടത്. അതെ, അതിന് നമ്മൾ മനസ്സിലാക്കണത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഓഫൺ എ പ്രീ റിക്വസിറ്റ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശയവിനിമയമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. കമ്മ്യൂണിക്കേഷൻ അത് ഇഫക്റ്റീവ് ആവണം, ഫലപ്രദമാകും. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. എന്തിനാ നമ്മൾ സംസാരിക്കുന്നത്, എന്തിനാ നമ്മൾ ഇടപഴകുന്നത്, അതിന് യൂസ്ഫുൾനെസ് ഉണ്ട്, അതിന് യോഗ്യത ഉള്ള രീതിയിലായിരിക്കണം ഇടപെടൽ. എനിക്കും ഞാൻ ഇടപെടുന്ന വ്യക്തിക്കും ഒരുപോലെ ഉപയോഗമുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. അതിന് ഉപയോഗപ്രദമായ ഇഫക്റ്റീവായ ഫലപ്രദമായുള്ള ആശയവിനിമയം നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ശുഭകരമാവുള്ളൂ. അതുപോലെ തന്നെ എംപതി ഫോർ അതേഴ്സ്. ഈ ഗുണം, എംപതി എന്നുള്ള ഗുണം ഒരു ലൈഫ് സ്കില്ലാണ്. ഇതിനോട് ചേർത്ത് വെക്കുന്ന സെൽഫ് അവയർനെസിന്റെ ചേർത്തിട്ടുള്ള ജോഡിയായിട്ടുള്ള ലൈഫ് സ്കില്ലാണ് എംപതി. സെൽഫ് അവയർനെസ്സും എംപതിയാണ് ജോഡിയായിട്ടുള്ളത്.
സെൽഫ് അവയർനെസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് എംപതി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് സെൽഫ് അവയർനെസ് ഇല്ലെങ്കിൽ അത് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അതുപോലെ എംപതി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. എംപതി ഇല്ലാത്ത മനുഷ്യന് കൗൺസിലിംഗ് ചെയ്യാൻ മാത്രം പോരാ. എംപതി ജീവിത വൈദഗ്ധ്യമാണ്, ലൈഫ് സ്കില്ലാണ്. ഇത് ഉള്ള മനുഷ്യർക്കാണ് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ക്ലിയർ. അതായത് എംപതി ഡെവലപ്പ് ചെയ്യുന്നതിനും എന്ത് വേണം? സെൽഫ് അവയർനെസ് വേണം, സ്വയം ബോധം വേണം. അതായത് ഇപ്പൊ ഒരു മനുഷ്യന്റെ അവൻ അനുഭവിക്കുന്ന അതേ രീതിയിൽ കാര്യങ്ങൾ അനുഭവിച്ചിട്ട് അവന്റെ അതൊക്കെയല്ലേ സ്റ്റേയിങ് ഇൻ ഹിസ് ഓൺ ഷൂസ്, ഹെയർ ഓൺ ഷൂസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെയല്ലേ എംപതി എന്ന് പറയുന്നത്. ഈ എംപതിക്ക് നമ്മളെ അറിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ അവൻ അനുഭവിച്ച അതേ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു ചിന്ത വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കുറിച്ച് നമുക്ക് അറിയുന്നത് മാത്രമേ ഇതുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇതിന്റെ ഡെവലപ്പ് ചെയ്യാൻ ഇതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ചിന്തിക്കാന്ന് വെച്ചോളൂ, നമ്മുടെ കാര്യം തന്നെ എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല, എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യം പരിഹരിക്കും, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ പല രീതിയിൽ നമ്മുടെ ചിന്തകൾ പോകും സെൽഫ് അവയർനെസ് ഇല്ലെങ്കിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത സൈഡിലോട്ട് പോകാം. വാട്ട് ഡു ഐ വാണ്ട് ഇൻ മൈ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ആർ മൈ ഡ്രീംസ്, എന്റെ സ്വപ്നങ്ങൾ എന്താണ്? എന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യര് ആരൊക്കെയാണ്? എന്റെ ശക്തികളും ദൗർബല്യങ്ങളും എന്തൊക്കെയാണ്? എനിക്ക് ഇനിയും കൂടുതൽ ജോലി ചെയ്യണം. ഞാൻ ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഞാൻ കൂടുതൽ വർക്ക് ചെയ്യണം. അതിനിപ്പോ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MSc കൗൺസിലിങ്ങിന്റെ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഇഗ്നോണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഡിസർട്ടേഷണൽ സബ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പഠിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും പഠിക്കണം. അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ടോ? എനിക്ക് എന്നെ അറിയാമോ? ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ എന്നോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്നെക്കുറിച്ച് അവബോധമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് അവയർനെസ്, ഇല്ലെങ്കിൽ ഈ നിമിഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഞാൻ ജീവിക്കുന്ന മനുഷ്യൻ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഈ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലാണോ ഞാൻ വ്യാപരിക്കണേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ആഗ്രഹിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് നേടാൻ വേണ്ടിയിട്ടായിരിക്കും ജീവിക്കേണ്ടത്. അതാണ് വേണ്ടത്. പിന്നെ എന്റെ സ്വപ്നങ്ങള്, എനിക്ക് വല്ല സ്വപ്നങ്ങളുണ്ടോ? എനിക്ക് വല്ല ലക്ഷ്യങ്ങളുണ്ടോ? അതോ ഞാൻ ലക്ഷ്യങ്ങള് ഇല്ല, എന്നെ കൊണ്ട് ലക്ഷ്യം സാധിക്കാൻ പറ്റില്ല, എന്തൊരു സ്വപ്നം കാണണം, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ? അങ്ങനെ ചിന്തിക്കുന്നവന് അവൻ ജീവിക്കുകയല്ലോ, അവൻ ജീവിതത്തോട് തോറ്റു കൊടുക്കല്ലേ ചെയ്യുന്നത്. സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ലൈഫ് സ്കിൽ ഇല്ലല്ലോ. അവന് ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെയാണല്ലോ അതിന്റെ പ്രാധാന്യം എടുക്കുന്നത്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരായിട്ട് ഇടപഴകുമ്പോഴാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു സാധ്യത എനിക്ക് എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിച്ച് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? ആരൊക്കെയാണ് ഇത് സത്യത്തിൽ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് അതറിയേണ്ടതായിരിക്കും. അപ്പൊ ഇപ്പൊ ചില ആൾക്കാരെ ഇപ്പോ, അല്ലെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ഇത് ഏറ്റവും പിന്നീട് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തികളും ദൗർബല്യങ്ങളും തിരിച്ചറിയേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ശക്തികൾ? ആ ശക്തികൾ ഉപയോഗിക്കുകയോ ദൗർബല്യത്തിന് നമ്മൾ ഡീൽ ചെയ്യും വേണം, കൈകാര്യം ചെയ്യും വേണം. ദൗർബല്യങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. ദൗർബല്യങ്ങൾ ഇല്ലാതാക്കാനും പറ്റില്ല. ഇതിപ്പോ എനിക്ക് ദൗർബല്യം ഉണ്ടെങ്കിൽ ആ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് എന്റെ ശക്തികളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം.
ദൗർബല്യങ്ങൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തില് നമ്മള് വിഡ്ഢിത്തം ചെയ്യുന്ന രീതിയാവും. കാരണം നമ്മുടെ ശക്തികളെ നമ്മൾ മറന്നുപോകും. ശക്തികളെ തിരിച്ചറിഞ്ഞിട്ട് ശക്തികൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വൈദഗ്ധ്യം എന്നുള്ള സ്കില്ല് എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങളാണല്ലോ. ഇനി ഇതാണ് സെൽഫ് അവയർനെസ് സ്കില്ലിന്റെ വ്യത്യസ്തതകൾ. എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയാണ് സെൽഫ് അവയർനെസ് സ്കിൽ ഉണ്ടാക്കുന്നത്. ഡൈമെൻഷൻസ് ആണ് ഇതൊക്കെ. ഒന്ന് ഫിസിക്കൽ സെൽഫ് അവയർനെസ്, നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ അറിയണം. ശരീരം, എന്റെ ശരീരം പോലെ അല്ല ഉലഹന്നാൻ സാറിന്റെ ശരീരം. അതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ എനിക്ക് അലർജിക്കാണ്. എന്റെ അലർജി എനിക്കൊരു ഡോക്ടർ പോലും പറഞ്ഞു തരില്ല എന്നതാണ് അലർജി എന്ന്. ഞാനിപ്പോ അത് ആകാശത്തിന് കീഴെ ഏത് വസ്തു കൊണ്ടും അലർജി ഉണ്ടാവാം. ആ അലർജി എന്നെ ബാധിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുന്നതും അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതും എന്റെ ഉത്തരവാദിത്വമാണ്. അതിന് മറ്റൊരാളത് ശരിയാക്കി തരുന്ന പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇന്റർപേഴ്സണൽ സെൽഫ് അവയർനെസ്, ഞാൻ ഇപ്പൊ ഉലഹന്നാൻ സാറായിട്ട് കുറെ കാലമായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇടപെടലുകളുണ്ട്. പരസ്പരം രണ്ട് വ്യക്തികൾ എന്നുള്ള ഇടപെടലുണ്ട്. അതില് എന്നെ കുറിച്ചിട്ടുള്ള അവബോധം എനിക്ക് എത്രത്തോളം ഉണ്ട്. അതുണ്ടാകുമ്പോഴാണ് പരിധികൾ നിശ്ചയിക്കപ്പെടുക. ഞാൻ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ ബെനിഫിറ്റിലാണ് ഇന്റർപേഴ്സണൽ ബെനിഫിറ്റ് നിലനിൽക്കുന്നത്. പരസ്പര ഉപകാരം, അതിലാണ് മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കുന്നത്. എന്നെക്കുറിച്ച് ഞാൻ അറിയാതെ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞാലാണ് എനിക്ക് ബാരിയർ വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചുറ്റും ഞാനൊരു വേലി കെട്ടേണ്ടതായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഉലഹന്നാൻ സാറ് കെട്ടിയ വേലി പൊളിക്കുന്ന പണി ഞാൻ ചെയ്തല്ലോ. അപ്പൊ ഉലഹന്നാൻ സാറ് വെറുതെ ഇരിക്കില്ല, പ്രശ്നമാവും. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിക്കും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവും. ഇങ്ങനെയല്ലേ എല്ലാ ബന്ധങ്ങളും ഇല്ലാതാകുന്ന? സെൽഫ് അവയർനെസ് ഇല്ലാത്ത അവസ്ഥയിൽ, ഇന്റർപേഴ്സണൽ സെൽഫ് അവയർനെസ് ഇല്ലാത്ത അവസ്ഥയിൽ ഇത് ഒരു വലിയൊരു കാര്യമാണ്. ഇന്റർപേഴ്സണൽ സെൽഫ് മറ്റുള്ളവനെ അറിയേണ്ടതായിട്ടുണ്ട്. നാം ബന്ധപ്പെടുന്ന വ്യക്തികളെയും നാം അറിയേണ്ടതായിട്ടുണ്ട്. നമ്മളെ മാത്രം അറിഞ്ഞാൽ പോരാ എന്നുള്ളതാണ് അവിടെ കാര്യം. ഇനി കൾച്ചറൽ സെൽഫ് അവയർനെസ്. സാംസ്കാരിക, സ്വന്തം സംസ്കാരം എന്താണത്? നമ്മുടെ ഇപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതിൽ വ്യക്തത ഉണ്ടോ? എനിക്ക് ചില സാംസ്കാരിക മൂല്യങ്ങളുണ്ട്, അതാണ് എന്നെ ഞാനാക്കുന്നത്. അത് എന്താണ് സത്യത്തിൽ? എന്തൊക്കെയാണത്? ഇവിടെ ഇത് ഞാൻ മനസ്സിലാക്കാത്ത അവസ്ഥയില് ഞാൻ വേറെ ഈ കൾച്ചറൽ വാല്യൂസ് ഒക്കെ ചെന്നപ്പെടുമ്പോ അവിടെ എനിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പെടണോ? പെട്ടാൽ എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ കൾച്ചറൽ അവയർനെസ്, സെൽഫ് അവയർനെസ് എനിക്ക് വേണം. എന്റെ കൾച്ചറിനെ കുറിച്ച് കൾച്ചറൽ സെൽഫ് അവയർനെസ് എനിക്ക് വേണം. അതുണ്ടോ? നാം അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഈ ചിന്തിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിത നൈപുണ്യം അല്ലെങ്കിൽ ജീവിത ലൈഫ് സ്കില്ല് നമുക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പ്രൊഫഷണൽ സെൽഫ് അവയർനെസ്, ജോലിയുടെ കാര്യത്തിൽ ഇതുണ്ട്. ഔദ്യോഗിക രംഗത്തും അത്യാവശ്യമാണ്. കൂടുതൽ വിശകലനത്തിന്റെ ആവശ്യമില്ല. ഉദ്യോഗം നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കണമല്ലോ, അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത് മാത്രം മതി. നമ്മുടെയൊക്കെ ചിന്തകള് ജോലി, അത്യാവശ്യം കാശ് കൈ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടൊക്കെ ജീവിക്കാം. പിന്നെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യനെ അടിച്ചമർത്തിയിട്ടോ, അല്ലെങ്കിൽ അല്ലെ ഭാര്യയാണെങ്കിൽ തിരിച്ച് ഇമോഷണലി ഭർത്താവിന്റെ കോൺഫ്ലിക്റ്റുകളുടെ ഒരു ഘോഷയാത്ര, അല്ലെ ഭാര്യ ഭർത്താവ് ഭാര്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു
ലൈഫാണ് ഒരു കുടുംബത്തിലെങ്കിൽ ഭാര്യയും വെറുതെ ഇരിക്കില്ല. ഭാര്യ ഭർത്താവ് അടിക്കുകയാണെങ്കിൽ ഭാര്യ ഇമോഷണലി വൈകാരിക പ്രഹരം തിരിച്ചു കൊടുക്കും. ഈ ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്നതിന്റെ 10 ഇരട്ടി വേദനയാണ് ഈ വൈകാരിക പ്രഹരങ്ങൾക്ക്. അതിനുള്ള കഴിവ് ഭാര്യയ്ക്കുണ്ട്. അപ്പൊ കോൺഫ്ലിക്റ്റുകളാണ്, സംഘർഷങ്ങളാണ്. ഈ പ്രശ്നം ഔദ്യോഗിക രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കും. ഔദ്യോഗിക രംഗത്ത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിലനിൽപ്പില്ല. അതാണ്. അപ്പൊ നിലനിൽപ്പിനുള്ള സ്കില്ലില് ഇത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്യുന്നുണ്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ലൈഫിന് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്നാണ്, അല്ലെ? ഇല്ല. ലൈഫ് സ്കില്ലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതില് വരുന്നില്ല. അത് ഉപയോഗപ്പെടുത്തുന്നത് ഈ സ്കില്ല് നമുക്കില്ല ജീവിതത്തിന്റെ കാര്യത്തിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇൻഡിവിജ്വൽ സെൽഫ് അവയർനെസ്, വ്യക്തിപരമായി നാം നമ്മളെ കുറിച്ച് അറിയുന്നതിന് ഒരുപാട് ഗുണമുണ്ട്. ഇൻട്രാപേഴ്സണലും ഇന്റർപേഴ്സണലും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനസികാവസ്ഥ സന്തോഷമായിട്ടിരിക്കാൻ, നമുക്ക് സന്തോഷിക്കണമെങ്കിൽ അത് നമ്മൾ മാത്രം വിചാരിച്ചാലേ പറ്റുള്ളൂ. ഈ ലോകത്തെ ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യൻ സന്തോഷിപ്പിച്ചിട്ടില്ല. അവൻ സന്തോഷിക്കുന്നുള്ളൂ. അപ്പോ ഇൻഡിവിജ്വൽ സെൽഫ് അവയർനെസ് ഇല്ലെങ്കിൽ നല്ല വികാരങ്ങൾ നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ അതും അത്യാവശ്യമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാണ്, ഇങ്ങനെ വൈകാരികമായി എന്റെ വികാരങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്നില് സംഭവിക്കുന്ന എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള അവബോധം എനിക്ക് ഉണ്ടാവണം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കിയെടുക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ഒരു ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. ഇത് എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം കേട്ടാ. ഇത് എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ചെറിയ കടലാസ് എടുത്തിട്ട് 5 things you like in you, നിങ്ങൾ ഇഷ്ടപ്പെടാൻ 5 കാരണം എഴുതാവോ? 5 കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് മാറ്റിയെടുക്കണം എന്ന് അതും കൂടി എഴുതാവോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. 5 കാര്യങ്ങള് എഴുതേണ്ടത് എന്താണ്? ഒരു കടലാസ് എടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടും, ഞാൻ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു, അത് എന്റെ മാത്രം സെൽഫ് അവയർനെസ് ആണ് വിഷയം. ഇവിടുത്തെ വിഷയം സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ്സിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണമല്ലോ. ഐ ഷുഡ് ലവ് മൈസെൽഫ് ഫസ്റ്റ്. ഞാൻ എന്നെ ആദ്യം സ്നേഹിക്കണം, എന്നാലേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. അതിന് സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. 5 കാര്യങ്ങൾ നമ്മൾ സ്വയം ഇഷ്ടപ്പെടുന്ന എഴുതുക. പിന്നെ ചില കാര്യങ്ങളിൽ എന്നിലുണ്ട്, അത് ശരിയല്ല, അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു 5 കാര്യങ്ങൾ എഴുതാവും. ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ചെയ്തവരുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അടുത്ത ചങ്ങാതിയായിട്ട് ഇതൊന്ന് ചർച്ച ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുക. എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിനാണ് ഈ ആക്ടിവിറ്റി. ഇനി സെൽഫ് അവയർനെസ് എന്ന ടോപ്പിക്കിൽ SWOT അനാലിസിസ്, പേഴ്സണൽ SWOT അനാലിസിസ് എന്നൊരു കാര്യമുണ്ട്. നമ്മൾ കൗമാരക്കാർക്കൊക്കെ ഈ ലൈഫ് സ്കില്ല് കൊടുക്കുമ്പോൾ, ഈ ലൈഫ് സ്കില്ല് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെന്റലി ചാലഞ്ച്ഡ് ആയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്കൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ, അവർക്ക് ലൈഫ് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ഈ SWOT അനാലിസിസ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പേഴ്സണൽ SWOT അനാലിസിസ് ഇതൊരു സയന്റിഫിക് ശാസ്ത്രീയമായ രീതിയാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കാൻ ഉള്ള ശക്തി, തന്ത്രങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇപ്പൊ നമ്മളൊന്നും ആരെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ ഈ SWOT അനാലിസിസ് ചെയ്താൽ മതി. പേഴ്സണൽ SWOT അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാവും എന്നാണ് പറയുന്നത്. പിന്നെ
നമ്മുടെ ചങ്ങാതിമാരുടെ ഇടയ്ക്ക്, നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയ്ക്ക് നമുക്ക് ശോഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ജോലി നന്നാവും എന്നാണ് പറയുന്നത്. ഈ ചെയ്യേണ്ടത് പേഴ്സണൽ ഷോർട്ട് അനാലിസിസ് ആണ്. അതെന്താണ് ഞാൻ പറയാം, പിന്നീട് പറയാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയപാതയിൽ നിങ്ങൾ എത്രത്തോളം എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലാവും. ഷോർട്ട് അനാലിസിസ് ചെയ്ത ജീവിതം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. അതിൽ എത്രത്തോളം നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ഈ പേഴ്സണൽ ഷോർട്ട് അനാലിസിസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇനിയും അതിന്റെ ഗുണം നമ്മുടെ കരിയർ, പേഴ്സണാലിറ്റി, ലൈഫ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം, ഇതെല്ലാം പുഷ്ടിപ്പെടുത്തും. ബെറ്റർ അണ്ടർസ്റ്റാൻഡ് യു റിയലി ആർ എസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ സ്വയം മനസ്സിലാക്കും. നിങ്ങളുടെ ശക്തികളും നിങ്ങളുടെ ശക്തികൾ കൂട്ടാൻ കഴിയും നിങ്ങൾക്ക്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എൻഹാൻസ് നിങ്ങളുടെ ഹാർഡ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. 2 തരത്തിലുള്ള നൈപുണ്യങ്ങൾ ഉണ്ടല്ലോ, അറിയാമല്ലോ അല്ലെ? ഒരു 2 തരത്തിലുള്ള നൈപുണ്യങ്ങൾ. ഇത് സോഫ്റ്റ് സ്കിൽ അല്ലേ? ഈ ലൈഫ് സ്കില്ലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ലൈഫ് സ്കില്ലെല്ലാം സോഫ്റ്റ് സ്കില്ലുകളാണ് അല്ലേ? ഹാർഡ് സ്കില്ലുകളും വേറെ ഉണ്ട്. അത് വിശദീകരണം ആവശ്യമില്ലെന്ന് വിചാരിക്കണം. 2 തരത്തിലുള്ള സ്കില്ലുകളുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകള്, കഴിവുകള്, വൈദഗ്ധ്യങ്ങള്, ഇതിലെല്ലാം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട, വളരെ നല്ലൊരു കാര്യമാണ് ഈ പേഴ്സണൽ ഷോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത്. ഇത്രയും ഗുണമുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, പക്ഷെ വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓക്കെ, അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഷോർട്ട് അനാലിസിസ്. സ്ട്രെങ്ത്, എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്സസ്, ഒ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്, ടി എന്ന് പറഞ്ഞാൽ ത്രെഡ്സ്. ഇതാണ് ഷോർട്ട്. SWOT എന്ന് പറയുന്നതാണ് ഷോർട്ട്. അത് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അത് 2ആയിട്ട് തിരിക്കണം. അത് 2ആയിട്ട് ഇന്റേണൽ ആയിട്ടുള്ളതാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും. നമുക്ക് ആന്തരികമായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. നമ്മളെ സ്വയം അവയർനെസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ശക്തികളും നമ്മുടെ ദൗർബല്യങ്ങളും. അത് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ആയിട്ട് പല അവസരങ്ങളും നമുക്കുണ്ട് ഇല്ലേ? പല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ആ ജീവിതപാതയിൽ പല ഭീഷണികളും നമ്മൾക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭീഷണികളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. സ്ട്രെസ് ഇല്ല, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം ഇല്ല അല്ലെ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. സ്ട്രെസ് ഇല്ലാതെ നല്ല സ്ട്രെസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് അല്ലെ? നല്ല സമ്മർദ്ദമുണ്ട്, ചീത്ത സമ്മർദ്ദമുണ്ട്, നമുക്കറിയാലോ അല്ലെ? ഞാൻ പറഞ്ഞു, കാറ്റക്കലാമിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് നല്ല സ്ട്രെസ് ആണ്. അതായത് ഒരു കുട്ടി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പാസ്സാവും എന്നുള്ള തീർപ്പില് മനസ്സ് പഠിക്കുമ്പോഴും ഇത്രയും പഠിച്ചാലേ പാസ്സാവുള്ളൂ എന്ന രീതിയിൽ പഠിക്കാൻ പറ്റിയ, പക്ഷേ എനിക്ക് പറ്റും എന്നൊക്കെ രീതിയിൽ ചിന്തിച്ച് പഠിക്കുമ്പോ അവനിൽ ഉണ്ടാവുന്ന ഹോർമോൺ കാറ്റക്കലാമിൻ എന്ന് പറഞ്ഞ സാധനമാണ്. അത് അവനിൽ ഉണ്ടാക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതും സമ്മർദ്ദം ഉണ്ടാക്കും. അത് നല്ല സമ്മർദ്ദം.
അത് വേണ്ടതാണ്. അതില്ലാതെ ഒരു പ്രവൃത്തിയും നടക്കില്ല. അപ്പൊ സമ്മർദ്ദങ്ങൾ എന്തായാലും ഉണ്ടാവും. സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? നമ്മുടെ മുന്നിൽ ഒരു ഭീഷണിയുണ്ട്, അതിനെ കുറിച്ച് നമ്മളെ സ്വയം വിലയിരുത്തുന്നു. എനിക്കിത് പറ്റുമോ പറ്റില്ലേ? അപ്പൊ അതിനനുസരിച്ചാണ് ഈ സമ്മർദ്ദത്തിന് രണ്ടായിട്ട് വരുന്നത്. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്നിൽ കയറി വരുന്ന പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ് വരിക. ഇത് രണ്ടും എന്നിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറഞ്ഞ സാധനം. ഇത് വളരെ മോശമായിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതാണ് സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ത്രെഡ്സ് എന്തൊക്കെയാണ് നമുക്കുള്ള ഭീഷണികൾ? നമ്മുടെ ജീവിതത്തിൽ എന്നെ ഞാൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്റെ ഭീഷണികൾ, എനിക്ക് ഭീഷണിയായി തോന്നുന്ന കാര്യം ഒരു പക്ഷേ പുലർനാൻ സാറിന് ഭീഷണിയാവില്ല, നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ ഞാനാണ്. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉലനാർ സാറിനെ പോലെ ആയില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ല ഞാൻ വേണ്ടത്. ഈ പറഞ്ഞ ഉലനാർ സാറിനും ചില കാര്യങ്ങൾ ഹിമാലയൻ ടാസ്ക്കാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ എളുപ്പത്തിൽ എന്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന, ഞാൻ ഹിന്ദിയിൽ വളരെ നന്നായിട്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഉലനാർ സാറിന് ഒരു വാക്ക് പോലും, ഒരു വാചകം പോലും ഹിന്ദി പറയാൻ പറ്റുന്നവരില്ല. ഹിന്ദി സംസാരിക്കാൻ കഴിയും എന്നുള്ളത് എന്റെ സ്ട്രെങ്താണ്. ഞാൻ കണക്ക് നന്നായി പഠിക്കും. ഉലനാ സാറിന് ചിലപ്പോൾ അത് പറ്റുണ്ടാവില്ല, പക്ഷെ ഉലനാ സാറിന് ഇംഗ്ലീഷും മലയാളവും ഒക്കെ നന്നായി പഠിക്കാൻ പറ്റുന്നിരിക്കും. അപ്പൊ ഉലനാ സാറിന്റെ സ്ട്രെങ്ത് അതാണ്. പഠിക്കാൻ പറ്റില്ല, അത് ഉറപ്പില്ല. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയും വിശകലനമാണ്. ഇതിനാണ് ഷോർട്ട്. അതിനോടൊപ്പം തന്നെ അവസരങ്ങള്, എന്റെ അവസരങ്ങള് എന്തൊക്കെയാണ്? എല്ലാ അവസരങ്ങളും എനിക്ക് ഉണ്ടാവില്ല, കിട്ടില്ല. അതാണ് കാര്യം. അപ്പോ എന്റെ മുന്നിലുള്ള എന്റെ അവസരങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പർച്യൂണിറ്റീസ്, ഓപ്ഷൻസ്, അല്ലെ? നമ്മൾ പറയില്ല. ഇതൊക്കെ എന്താണ്? ഇതിനെക്കുറിച്ച് നോക്കണം. അതാണ് നമ്മുടെ ജീവിതം. അതന്നെ ഞാൻ ഭീഷണികൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് ശരിയായ ഒരു വിശകലനം നടന്നു കഴിഞ്ഞാൽ അതിന് ഷോർട്ട് അനാലിസിസ് എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു, എത്രയോ ഗുണമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ പുറകോട്ട് പോകുന്നില്ല. അത്രയും ഗുണമുള്ള കാര്യം വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന ഈ കാര്യമാണ്. നിസ്സാരമല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുഗമമാകും. കുഞ്ഞു കുട്ടികളെ, കൗമാരക്കാരെ ഇത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം സമ്പുഷ്ടമാവും. ഇനി ഞാൻ മേലെ എഴുതിയിട്ടുള്ള 2 കാര്യമുണ്ട്. എന്താണ് നമ്മൾ സ്വയം 3 അതായത് ഒന്ന് പെർസീവ്ഡ് സെൽഫ് എന്ന് പറയും. നമ്മൾ ലോകത്തേക്ക് കാണിക്കുന്ന ഈ ലോകത്തേക്ക്, ഇതിപ്പോ ഞാൻ ലോകത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുവന്ന ഷർട്ടൊക്കെ ഇട്ട്, നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് മീശയും ഇതൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പെർസീവ്ഡ് സെൽഫ്, എന്റെ പെർസീവ്ഡ് സെൽഫ്. പക്ഷെ ഇതൊന്നും അല്ല ഞാൻ. ഈ കാണിക്കുന്നത് ഞാൻ വെറും ഒരു അഭിനയമാണ്. ഇതല്ല ഞാൻ. യഥാർത്ഥ വിജയരാമൻ എന്ന് പറയുന്നത് ഈ നിങ്ങളീ കാണുന്ന ആളല്ല. അതാണ് സത്യം. റിയൽ സെൽഫ് അത് വേറെ എന്തൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദൗർബല്യം പുറത്തു പറയുന്നത് തുല്യവും. നമ്മൾ ഷോർട്ട് അനാലിസിസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്റെ ദൗർബല്യം ഞാൻ പുറത്തോട്ട് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ശക്തിയാണ് ഈ കാണിച്ചേക്കണം. നിങ്ങളെ മുന്നിൽ കാണിച്ചുള്ളത് എന്റെ ശക്തികളാണ്. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കാനേ പറ്റാതെ പതറിപ്പോകുന്ന മേഖലകൾ എന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഞാനിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചമ്മിപ്പോയ, എനിക്ക് ഒരുപാട് പണി കിട്ടിയ പല സ്ഥലങ്ങളും മേഖലകളും ഉണ്ട്, ഇല്ലേ? അപ്പൊ യഥാർത്ഥ ഞാൻ അങ്ങനെയൊക്കെയാണ്. റിയൽ സെൽഫ് വ്യത്യസ്തം. അപ്പൊ രണ്ടാമതൊന്ന്. ഇതല്ലാതെ മൂന്നാമതും ഒന്നുണ്ട് നമുക്ക്. അതെന്താണ്? വാട്ട് വി തിങ്ക് വി ആർ ആൻഡ് വി ഹാവ്.
ഐഡിയൽ സെൽഫ്. സത്യത്തില് എന്താണ് ഈ ഞാൻ എന്ന് എനിക്കറിയാമോ? ഇല്ല, ആർക്കും അറിയില്ല. അതിപ്പോ സാബു സാറിനും അറിയില്ല, ഉലാന സാറിനും അറിയില്ല, നേരത്തെ എന്നോട് സംസാരിച്ച മേഡത്തിനും അറിയില്ല. യഥാർത്ഥത്തില് എന്താണ് ഞാൻ? സാബു സാർ എന്താണ് യഥാർത്ഥത്തിൽ എന്ന് സാബു സാറിന് അറിയില്ല എന്ന് തന്നെ സത്യം. അതാണ് സത്യം. റിയൽ സെൽഫ് നമ്മൾ അറിയാൻ പരിപൂർണമായിട്ട് അറിഞ്ഞവര് വളരെ ദുർലഭമാണ്. വളരെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെ? റിയൽ സെൽഫിനെ കുറിച്ച് കംപ്ലീറ്റ് അറിയുന്നവർ. പക്ഷെ അറിയാനുള്ള ശ്രമം നടത്തുന്നതാണ് ജീവിതം. അതാണ് സെൽഫ് അവയർനെസ് എന്നാണ് മനസ്സിലാക്കുക. ഐഡിയൽ, പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഐഡിയൽ സെൽഫ് നാം വിചാരിക്കണം നമ്മൾ ഇതൊക്കെയാണെന്ന്. അതാണ് ഐഡിയൽ സെൽഫ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് രണ്ടും നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് മനോവിഷമങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ മനോവിഷമങ്ങൾ ഇല്ലാതാക്കാൻ എന്താണ് സെൽഫ് അവയർനെസ് അവരാണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മൂന്നും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ വരും. പെർസീവ്ഡ് സെൽഫും റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. എന്താണ് യഥാർത്ഥ ഞാനെന്നും എന്താണ് എന്നെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതെന്നും എന്താണ് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്നും ഈ മൂന്ന് കാര്യത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ മനോവിഷമമായിട്ട് നമുക്ക് തീരുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മനോവിഷമത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ. അപ്പോ അത് ഇല്ലാതാക്കണമെങ്കിൽ സെൽഫ് അവയർനെസ് വേണം. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണേ. ഷോർട്ട് അനാലിസിസും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റ് ദ ഫോളോയിങ് എക്സസൈസ് എവറി 6 months സിൻസ് when we grow as individuals. with time we understand ourselves better. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സ്വയം മനസ്സിലാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആരും അതിൽ പരിപൂർണമായിട്ട് വിജയിച്ചിട്ടില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ 6 മാസം കൂടുമ്പോൾ ഈ ഷോർട്ട് അനാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വളരുന്നുണ്ട്, നമ്മൾ എത്രത്തോളം സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിയാണ്. ഐ നീഡ് ടു എക്സ്പ്ലോർ ഫോർ വിച്ച് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഈ സെന്റൻസുകളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അവയർനെസ്. ഐ ലൈക്ക് മൈസെൽഫ് ബിക്കോസ്. നേരത്തെ ഞാൻ പറഞ്ഞു 5 ഞാൻ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള 5 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ മാറ്റേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ ചോദിക്കണം നമ്മളോട്. ഐ ഫീൽ ബെസ്റ്റ് വെൽ. ഞാൻ ഏറ്റവും എന്നെ കുറിച്ച് നല്ലത്, ഏറ്റവും നല്ല ഞാൻ എപ്പോഴാണ്? ഞാൻ ഏറ്റവും പ്രധാനമുള്ള വ്യക്തിയാവുന്നത് എപ്പോഴാണ്? എന്റെ ശരീരത്തെ കുറിച്ച്. എന്റെ ശരീരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അതില് ഞാൻ ഏറ്റവും നല്ലതെന്ന് കരുതുന്നത് എന്താണ്? 5ാമത്തെ കാര്യം, ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന എന്തിനാണ്? കഴിഞ്ഞ 5 കൊല്ലത്തില് ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണ്? അല്ല, 5 years from now, 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എന്തായിത്തീരും എന്നാണ് ഞാൻ കാണുന്നത്. കറക്റ്റ്, അതാണ്. ഇതൊക്കെ നമ്മൾ സ്വയം പൂരിപ്പിക്കണം. ദ തിങ് ദാറ്റ് വറീസ് മീ ദ മോസ്റ്റ് ഈസ്, എന്നെ ഏറ്റവും അധികം വറി ചെയ്യുന്ന കുണ്ടാമണ്ടി എന്താണത്? എന്നെ ഏറ്റവും പറയും? എനിക്ക് ഇഷ്ടമില്ല ഇത്. ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ദിസ്. എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് ചെയ്യാൻ. അതെന്താണ്? ഐ നീഡ് ടു ഹെൽപ്പ്. എനിക്ക് ചില സഹായങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അതെന്തൊക്കെയാണ്? എനിക്ക് സഹായം ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ഏറ്റവും വലിയ ശക്തി അതെന്താണ്? ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? അടുത്ത ലൈഫ് സ്കിൽ എംപതി ആണ്. അപ്പൊ നമ്മള് ജോഡിയായുള്ള സ്കില്ലില് ആദ്യം ഒരു സ്കില്ലിനെ മാത്രമേ ഒരു സ്കില്ലിനെ മാത്രമേ ഇതേവരെ പറഞ്ഞിട്ടുള്ളൂ. എന്താ സാബു സാർ, ഏത് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പോ ഇതുപോലെയാണ് എല്ലാ ലൈഫ് സ്കില്ലുകളും. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തില് എന്തെങ്കിലും ഈ സ്ലൈഡുകളിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടോ?
ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സ്ലൈഡുകളിൽ ഞാൻ അല്ലെങ്കിൽ സൈഡുകളിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യട്ടോ ആരെങ്കിലും. ഇല്ലെങ്കിൽ ഞാൻ ഷെയറിങ് നിർത്താം. കുഴപ്പമില്ല സാറേ. കുഴപ്പമില്ലല്ലേ? അപ്പൊ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, സ്റ്റോപ്പ് ഷെയറിങ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സാർ. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ആ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് വളരെ കൃത്യമായി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. സാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ സെൽഫ് മാസ്റ്ററി, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്താണെന്ന് അറിയാൻ. അത് ഒരു ഇന്റേണൽ പാർട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ പാർട്ടുണ്ട്. അതിൽ ഇന്റേണൽ പാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാറ് കുറേ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. നമ്മളെ സ്വയം വിലയിരുത്തി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവരെ വിലയിരുത്താനോ മറ്റുള്ളവരോട് കൂടി മുന്നോട്ട് പോകാനോ ശ്രമിക്കേണ്ടത്. എപ്പോഴാണ് ആ ശ്രമം പൂർണ്ണമായി പ്രയോജനകരമായി മാറുന്നത് എന്നാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സോട്ട് അനാലിസിസ് ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് മാസ്റ്ററിയുടെ ആ പോയിന്റുകൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓപ്പർച്യൂണിറ്റി, ത്രെട്ടൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസമൊക്കെ മുന്നോട്ട് പോകുന്ന എപ്പോഴും നന്നായി. ഇനിവേ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഒരിക്കൽ കൂടി വളരെ കൃത്യമായി വിജയരാമൻ സാറിലൂടെ ഒന്ന് മനസ്സിലായി എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഉലയനാൻ സാർ പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യും. ജയറാം സാറ് ഇന്ന് വളരെ ശക്തമായൊരു വിഷയം വളരെ സിമ്പിളായി നമുക്ക് വിളമ്പി തരികയാണ് ചെയ്തത്. ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ അറിയുക? ഞാൻ എന്നെ അറിയണം ആദ്യം. സാർ വീണ്ടും പറയുന്നത്, എൻ്റെ സ്ട്രെങ്തും എൻ്റെ വീക്ക്നെസ്സും അറിഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയുള്ളൂ. ഒരു മല്ലന്റെ അടുത്ത് ഏറ്റുമുട്ടണമെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് അറിയണം, എൻ്റെ വീക്ക്നെസ്സും അറിയണം. എന്നെ കുറിച്ച് അറിയുമ്പോൾ മാത്രം അയാളുടെ വീക്ക്നെസ്സും അയാളുടെ സ്ട്രെങ്തും നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റും. അപ്പൊ അയാളെ തോൽപ്പിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ നേരിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബുദ്ധിപരമായ സ്ട്രെങ്ത് നാം കൊടുത്തുകൊണ്ട് വേണം കീഴടക്കാൻ. അപ്പൊ എൻ്റെ ബുദ്ധിപരമായ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? എനിക്കറിയണ്ടേ? അപ്പൊ എൻ്റെ ജീവിതം മുന്നോട്ട് വിജയപ്രദമായി കൊണ്ടുപോകുന്നതിന് ആണ് സാറ് പറഞ്ഞ SWOT അനാലിസിസ്. എന്നെ കുറിച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച് ഉത്തരം കിട്ടുന്നുണ്ടോ? മറ്റുള്ളവനെ മനസ്സിലാക്കാൻ അവനോട് ഇടപഴകുമ്പോൾ നല്ല ബന്ധത്തോടു കൂടി ഇടപഴകുക. മുൻകൂർ ജാമ്യങ്ങളൊന്നും വേണ്ട എന്നാണ് സാറ് പറഞ്ഞത്. ഈ ആളെ ഇട്ട് കറക്കി അടിക്കുമ്പോ നിനക്കൊന്ന് നിന്ന് അയാൾക്ക് രണ്ട് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉത്തരമുണ്ട്, എന്റെ കാലുകളൊന്നും നിലത്ത് നിർത്തിയിട്ട് വേണമല്ലോ അടിക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചിന്തകൾ നമ്മളിൽ നിന്നൊക്കെ പറന്നു പോകും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും പാരലലായി കൊണ്ടുപോകാനുള്ളതാണ്. അതിന് ഈ SWOT അനാലിസിസിനെ കവിഞ്ഞ് മറ്റൊരായുധം എടുക്കാനില്ല. നമ്മളെ അറിയുക, ആ അറിച്ചിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചും സാർ അതിൻ്റെ കൂടെ പറഞ്ഞു. അനിവാര്യത അതിനകത്തുണ്ട്. എനിക്കെല്ലാം അറിയാം, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയമാണ്, വിജയമല്ല. സാറിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സുകൾ പലരിൽ നിന്നും പലപ്പോഴും കേട്ടിട്ടുണ്ട്. 10 ലൈഫ് സ്കിൽ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇന്ന് സാറ് പറഞ്ഞത് എംഫസൈസിങ് ദി വാണ്ടഡ് പോയിന്റ്സ് ഓൺലി. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ സാറ് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ് തന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ജോഷി സാർ. സാർ അൺമ്യൂട്ട് ചെയ്തു. വിജയരാമൻ സാറേ, ഞാൻ കുറച്ച് ദിവസം കൂടി ഇരുന്ന സാറിന്റെ ക്ലാസ് കേട്ടതാ. ഏതായാലും കഴിഞ്ഞ നേരത്തെ ഞാൻ കേട്ട പല ക്ലാസ്സുകളിൽ നിന്നും
മാറി മറ്റൊരു വിഷയമാണ് ഇന്ന് സാറ് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. എപ്പോഴാണ് നമ്മൾ മിണ്ടേണ്ടത്, എപ്പോഴാണ് നമ്മൾ മിണ്ടാതിരിക്കേണ്ടത്, എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്, എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ തിരിച്ചറിയുക പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ സ്ഥാനം തെറ്റുമ്പോഴാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, നമുക്ക് പരാജയവും ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ ശിഥിലമാവുകയും ചെയ്യുന്നത്. ഇപ്പൊ അർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെയാണ് ഏറെ അറിയേണ്ടത്. ഞാൻ ആരാണെന്ന് എനിക്കറിയാൻ പാടില്ലെങ്കിൽ അത് പിന്നെ വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റുമോ അറിഞ്ഞൂടാ. അപ്പോൾ അത്തരത്തിൽ ഈ ക്ലാസ്സിന് പ്രസക്തിയുണ്ട്. ഇതൊക്കെ കുറെയൊക്കെ അറിയാം, പക്ഷെ പലയിടത്തും നമ്മൾ പാളിപ്പോകുന്നുണ്ട്. ഞാൻ പാളിപ്പോകുന്നുണ്ട്. വേണ്ടാടത്ത് ചിലത് പറയും, പറയണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ പറയും, പറയേണ്ട സ്ഥലത്ത് ചിലത് പറയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ ഉലയനൻ സാർ ഇപ്പൊ പറഞ്ഞു നിർത്തിയതുപോലെ നമുക്കൊന്ന് നിലത്ത് നിൽക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അതിന് നമ്മളെ ഒന്ന് കാലുറപ്പിക്കാൻ ഒരു പക്ഷേ ഇത്തരം ക്ലാസ്സിന് സാധിക്കും. ഇല്ലെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലെങ്കിലും നമുക്ക് ലഭിക്കും. അത്തരത്തിൽ സാറിന് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, രമാദേവി മാം. സാബു സാറിനും ഇന്ന് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനെ പറ്റി ക്ലാസ് എടുത്ത വിജയരമേശ് സാറിനും എല്ലാവർക്കും നമസ്കാരം. എന്താണ് ലൈഫ് സ്കിൽ എന്നും അത് സാർ ആദ്യം പറഞ്ഞു. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈഫ് സ്കിൽസ്, അതിൽ കുറെ മൂന്ന് ആസ്പെക്ട്സ്, അതിന്റെ ജനറൽ ലൈഫ് സ്കിൽസ്, ഇങ്ങനെ ഏരിയ സ്പെസിഫിക്, പ്രോബ്ലം സ്പെസിഫിക്, അങ്ങനെ 3 തരത്തിലുള്ള. അതുപോലെ നമ്മുടെ ശക്തി, നമ്മൾ ദൗർബല്യത്തെ പറ്റി മാത്രം ചിന്തിക്കുക, നമ്മുടെ ശക്തിയും മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ സെൽഫ് അവയർനെസ് ഇല്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും എമ്പതി ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്ന് സാർ പറഞ്ഞു. പിന്നെ ഡയമെൻഷൻസ് ഓഫ് സെൽഫ് അവയർനെസ് പറഞ്ഞു. SWOT അനാലിസിസ്, എന്താണ് SWOT അനാലിസിസ്, അതിന്റെ ബെനിഫിറ്റും അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസും, പിന്നെ 6 മാസം കൂടുമ്പോൾ SWOT അനാലിസിസ് ചെയ്യേണ്ട ആവശ്യത്തെ പറ്റിയും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സാർ പറഞ്ഞു. പിന്നെ 3 കൺസെപ്റ്റ് ഓഫ് സെൽഫ്, അതിനെപ്പറ്റി സാർ വിശദീകരിച്ചു. നന്ദി വിജയരാം സാർ, നന്ദി സാബു സാർ. ഓക്കെ, ജോർജ് സാർ, ജോയ് മാസ്റ്റർ, സുധോധരൻ ഡോക്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഗോകുമാർ സാർ. ജോർജ് സാർ പറയൂ. Thank you, Savi sir. Hi, Vijay sir. Great. ലൈഫ് സ്കില്ല് അത് വാസ്തവത്തില് ഒരു തരം കണ്ണാടി പിടിച്ചിങ്ങനെ കാണിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം. വളരെ വളരെ വ്യക്തമായി നമുക്ക് നമ്മളെ കാണാൻ, നമ്മളെ അറിഞ്ഞിട്ട് വേണമല്ലോ മറ്റുള്ളവർ നോക്കാൻ എന്നുള്ള ആ ഒരു നല്ലൊരു ടൂളാണ് ഈ SWOT അനാലിസിസ്. സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും പിന്നെന്താ സാർ, ത്രെട്ടും അല്ലേ. എന്തായാലും നന്നായിരിക്കുന്നു. ഇന്നത്തെ പ്രസന്റേഷൻ ഗ്രേറ്റ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഗോകുമാർ സാർ, ജോയ് മാസ്റ്റർ പറയും. ജോയ് മാസ്റ്റർ പറഞ്ഞോളൂ, കേൾക്കാവോ? നാഗരാജ്, ജോജേസക് സാർ, വേറെ ആരെങ്കിലും ഉണ്ടോ? ശുദ്ധോധരൻ ഡോക്ടർ ഉണ്ടോ? ഇടയ്ക്ക് ഇതിന്റെ ലൈഫ് സ്കില്ലിന്റെ മറ്റു വിഷയങ്ങളും കൂടി ചെയ്യാമല്ലോ അല്ലേ സാറേ? ഞാൻ തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി 10 സ്കില്ലും ചെയ്യാം. നമുക്ക് ഇങ്ങനെ നീണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം ഈ നമ്മൾ പലരും ചോദിക്കുന്നുണ്ട് ലൈഫ് സ്കില്ലിന്റെ ക്ലാസ്സുകൾ നമ്മുടെ പ്ലാറ്റ്ഫോം കുറവാണ് കമ്പാരിറ്റീവ്ലി. ലൈഫ് സ്കിൽ ടൈറ്റിലിൽ കമ്പാരിറ്റീവ്ലി ക്ലാസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്.
ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഒന്ന് പറയൂ ചോദിച്ചോട്ടെ പറയൂ. സാർ. ഇതില് ഈ സ്വയം പരിശോധിക്കാൻ എല്ലാവർക്കും കഴിയുമോ? നമ്മൾ അത്രയും സത്യസന്ധരൊക്കെയാണോ? ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ അക്യൂർ ചെയ്തതിനെ വിലയിരുത്തലല്ലേ ചെയ്യുന്നത്? ഈ അക്യൂർ ചെയ്യാനുള്ള മെത്തേഡ്സ് സാർ. വീഡിയോ ഓൺ ചെയ്യോ? ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ് സാർ, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതില് ഒന്ന്, നമ്മൾ ഈ സ്വയം ട്രാൻസ്പെറന്റ് ആയിട്ട് വിലയിരുത്താനും മാത്രം സത്യസന്ധരാണോ നമ്മൾ? രണ്ടാമത്തത്, നമ്മൾ ഈ അക്യൂർ ചെയ്തതിനെ വിലയിരുത്തലല്ലാതെ എങ്ങനെ അക്യൂർ ചെയ്യും എന്നുള്ളത് സാർ ഇനി തുടർന്ന് പറയുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സുഭാൻ സാർ പറഞ്ഞപ്പോ എങ്ങനെ അക്യൂർ ചെയ്യും, സെൽഫ് അവയർനെസ് എങ്ങനെ അക്യൂർ ചെയ്യും? അതെ, നമ്മുടെ ഈ 5 പോസിറ്റീവ്സ്, 5 പോരായ്മകൾ, അതേപോലെ നമ്മുടെ ഈ SWOT അനാലിസിസിൽ വരുന്ന നമ്മുടെ വീക്ക്നെസ്, ആ വീക്ക്നെസ് മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? അതോ നമ്മൾ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അവിടെ നിന്നോളാം എന്നുള്ളതാണോ? അതോ ഇത് ഭേദിച്ച് മുന്നോട്ട് വരാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സാറ് തുടർന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എനിക്ക് സ്വയം വലിയൊരു മാറ്റത്തിലേക്ക് പോവാൻ സാധാരണ എല്ലാവർക്കും കഴിയില്ല. അവർ ഈ അഭിനയിച്ചു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ അത് ഒന്ന് ഈ നമ്മുടെ ഈ മെംബ്രെയിൻസ് ഒക്കെ ഭേദിച്ച് പുറത്ത് ചാടി വരാനും മാത്രം അതിന് എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമില്ലേ സാർ? അതോ അവനവൻ ഈ എന്താ പറയുക, നമ്മുടെ ദ്രോണാചാര്യരുടെ ശിഷ്യരെ പോലെ സ്വയം പരിശീലിച്ച് സ്വയം പരിശ്രമിച്ച് അങ്ങനെ വരികയാണോ? അതോ എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമല്ലേ ഇതിൽ? ഈ നമ്മുടെ സ്ട്രെങ്ത് നമുക്കറിയാം, നമ്മുടെ വീക്ക്നെസ്സുകൾ നമുക്കറിയാമെങ്കിലും അത് നമ്മൾ പരസ്യമായിട്ടൊന്നും സമ്മതിക്കാറില്ല സാധാരണ എല്ലാവരും. ഇപ്പൊ ഫാമിലി ലൈഫിലായാലും ഓഫീസിൽ ലൈഫിലായാലും പൊളിറ്റിക്സിലായാലും നമ്മുടെ ഈ ഓർഗനൈസേഷണൽ സെറ്റപ്പിലായാലും ഒക്കെ നമ്മുടെ ചില വീക്ക്നെസ്സുകൾ നിഗൂഢമാണ്, നമുക്കറിയാതെ. പക്ഷെ നമ്മൾ തുറന്ന് സമ്മതിക്കാറില്ല. അപ്പൊ അതിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ് പുറത്തു നിന്നുള്ള ഒരു സഹായം, ഏകലവ്യനെ പോലെ സ്വയം അങ്ങ് നന്നാക്കി കളയാനും മാത്രം വലിയൊരു വിരുദ് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? എനിക്കില്ല. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. സാറിന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഓക്കെ. ഡോക്ടർ സാർ, ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളെ കുറിച്ച് നമുക്കേ അറിയുള്ളൂ, അതാണ് സത്യം. മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർക്ക് അത്രയും അറിയില്ല. നമ്മളെ കുറിച്ച് നമുക്ക് അറിയുന്നതിന്റെ അത്ര പോലും മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ള സത്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ മനുഷ്യത്തിന്റെ തന്നെ ഞാൻ പറയാം, ഏറ്റവും നല്ലൊരു തത്വചിന്തകനും കേരള ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു, ദൈവമാക്കി. ദൈവപ്രതിഷ്ഠയുടെ സ്ഥാനത്ത് കണ്ണാടിയെ പ്രതിഷ്ഠിച്ചു. അത്രത്തോളം പ്രാധാന്യമുണ്ട് സെൽഫ് അവയർനെസ്സിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ സെൽഫ് അവയർനെസ്സിന്റെ കാര്യത്തിൽ സാറിന് സംശയം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ സഹായം സാറിന് കിട്ടുമല്ലോ, അത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇവന്റെ ക്ലാസ് എടുക്കൽ തന്നെ അതൊരു സഹായമല്ലേ? ഞാന് ഇങ്ങനെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നതിന്റെ അർത്ഥം, ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സെൽഫ് അവയർനെസ്. ഇങ്ങനെ രണ്ടുണ്ട്, സ്ട്രെങ്ത് എന്നുണ്ട്, അതുപോലെ ദൗർബല്യം എന്നുണ്ട്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ത്രെട്ടുകള്, ഇതെല്ലാം നിങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നത് തന്നെ ഒരു സഹായമല്ലേ? ഇത്തരത്തിലുള്ള സഹായം തുടർച്ചയായിട്ടും കൂടെ നിന്നിട്ട് ചെയ്യാൻ ആളുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ആളുണ്ട് നമുക്ക്, അത് സത്യമാണ്. പക്ഷെ അപ്പൊ എംപതി എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഇതിന്റെ ജോഡിയായിട്ട് പറയുന്ന ലൈഫ് സ്കില്ലാണ് എംപതി. സെൽഫ് അവയർനെസ് ഇല്ലാത്ത ഒരു മനുഷ്യന് എംപതൈസ് ചെയ്യാനും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടും ഒന്നിച്ച് നേടേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് എംപതൈസ് ചെയ്യാന്ന് സാറിന്റെ മനസ്സിൽ ഞാൻ അറിയലാണ് എംപതൈസ് ചെയ്യല്. ക്ലിയർ ആണോ സാറേ? സാറിന്റെ മനസ്സിന് ഞാൻ അറിയുന്നതാണ് അതിനാണ് എംപതൈസ് എന്ന് പറയുന്നത്. അപ്പോ എംപതൈസ് ചെയ്യുന്ന ഒരു വ്യക്തി സാറിന്റെ കൂടെ ഉണ്ടാകും. സാർ സെൽഫ് അവയർനെസ്സിലേക്ക് പോകുകയാണെങ്കിൽ മാത്രം എന്നാ മനസ്സിലാക്കേണ്ടത്. സാറിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഇല്ലാതെ കാര്യം നടക്കില്ല. ഉദാഹരണത്തിന്, ഞാൻ സാറിനെ എംപതൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ
ഒരു ചെറിയ കാര്യമല്ലേ കൗൺസിലിംഗ് എന്ന് പറയുന്ന കാര്യം. കൗൺസിലിംഗ് അല്ലെ? ഒരു കൗൺസിലിംഗ് തയ്യാറാവാതെ ഈ ലോകത്തിൽ ഒരു കൗൺസിലർക്കും ആ കൗൺസിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാണ്, ഞാൻ എന്നെ കൗൺസിൽ ചെയ്യണ്ട, നീ വേറെ വല്ല പണി നോക്ക്, ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കൗൺസിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് വരെയാണ് ഇപ്പോ സെൽഫ് അവയർനെസ്. അതാണ് സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ്സിനുള്ള ചെറിയ ശ്രമെങ്കിലും നടത്തി കഴിഞ്ഞാൽ എംപതൈസ് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടും. ക്ലിയർ ആണോ സാറേ? വേഗാണ് സാർ, അത് എനിക്ക് ക്ലിയർ ക്രിസ്റ്റൽ ആണോ? ക്ലിയർ ആവുന്നില്ല. ക്ലിസ്റ്റർ ഓക്കെ. എന്താ പ്രയാസം? എംപതി കൂടി കേട്ട് കഴിഞ്ഞാൽ Yes. എംപതിയെ കുറിച്ച് നമുക്ക് സാറ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം സാർ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കിയും കൂടെ കേൾക്കാം. ഓക്കെ. ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ സെൽഫ് അവയർനെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും ലൈഫ് സ്കില്ലിൻ്റെ പുതിയ ടോപ്പിക്കുകൾ, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. See you. വെൽക്കം. Good night.